ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മള് ആശിച്ചു മോഹിച്ചിരുന്ന സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. കുറെ നാളെ നമ്മൾ ഇവിടുത്തെ മാർക്കറ്റുകളിലൊക്കെ വന്നുണ്ടോ എന്ന് നോക്കിണ്ടിരുന്നു, പക്ഷെ നമുക്ക് എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായില്ല. ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ വെറുതെ ഒന്ന് കടയിൽ പോയി ഒരു സാധനം വാങ്ങാൻ വേണ്ടി. വിചാരിച്ചില്ല കടയിൽ പോകണമെന്ന് വിചാരിച്ചിട്ടൊന്നല്ല പോയത്, പക്ഷെ വെറുതെ ചെന്നതിനപ്പോൾ കടയിലിരിക്കുന്ന ഒരു സാധനം ഇങ്ങനെ എനിക്ക് ആവശ്യമുള്ള സാധനം ഞാൻ അപ്പുറത്തേക്ക് തിരിഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്ത് ഒരു പരിചയമുള്ള സാധനം പോലെ, നമ്മൾ കുറേ ഫോണിലൊക്കെ കണ്ട് ഭയങ്കര പരിചയമുള്ള സാധനം പോലെ ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ദുബായ് ചോക്ലേറ്റ് ആണ് ഇരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു ദുബായ് ചോക്ലേറ്റ് ട്രൈ ചെയ്തായിരുന്നു. അത് ട്രൈ ചെയ്ത ഭയങ്കര വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കറിയില്ല ഇതിന്റെ എക്സ്പീരിയൻസ് എന്തായിരിക്കുന്നു, പക്ഷെ ഇത് പടത്തിൽ തന്നെ നല്ല ലുക്കൊക്കെ ഉണ്ട്. ലുക്ക് കണ്ടുകൊണ്ട് പിന്നെ അത്യാവശ്യം വിലയുടെയാണ് സാധനം. അന്ന് വാങ്ങിച്ചത് കുറച്ച് വില കുറവായിരുന്നു, അതുകൊണ്ടാണ് തോന്നുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ടാണ് ടേസ്റ്റ് ഇല്ലായിരുന്നു തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ ചൂടാറാൻ ചിലപ്പോൾ മെൽറ്റ് ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്കറിയാൻ പാടില്ല കേട്ടോ ഗൈസ്. വേസ്റ്റ് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഇനി ഞാൻ ദുബായ് ചോക്ലേറ്റ് ട്രൈ ചെയ്യൂല. ഞാൻ വീട്ടിലൊരു ദിവസം നാട്ടിൽ ചെന്ന സമയത്ത് ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കിയിരുന്നു. അന്ന് സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഈ ദുബായ് ചോക്ലേറ്റ് കടയിൽ നിന്നും കൂടി ഒന്ന് നല്ലത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഉണ്ടാക്കിയതാണോ ഏത് നല്ലതെന്നൊക്കെ ഒന്ന് അറിയണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ ദുബായ് ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്, പക്ഷേ ചോക്ലേറ്റ് ഞാൻ ആദ്യമായിട്ട് കഴിക്കണം. എൻ്റെ സിൽവർ ഫോയിൽ പേപ്പറിലാണ് പൊതിന് വന്നത്. തുറന്ന് നോക്കാം എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്കറിയില്ല. കഴിച്ചോക്കട്ടെ കേട്ടോ. നല്ല ഗൈസ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള കുനാഫയൊക്കെ ഉള്ളിലുണ്ട്. അടിപൊളി സാധനം. ഞാൻ മുമ്പ് ട്രൈ ചെയ്തത് ഇതും കൂടെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ അങ്ങേയറ്റത്ത് കിടക്കാണ്. ഇതാണ് നല്ല അടിപൊളി സാധനം ഗൈസ്. അപ്പോൾ ഇതുപോലെ ഇപ്പോഴത്തെ നല്ല അടിപൊളി ദിവസമായിട്ട് ഞാൻ വീണ്ടും തരികയും. ബൈ ബൈ.